ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലത്തെ ഒരു ജഗപൊക കേൾക്കാട്ടോ. മിക്കവാറും എല്ലാ അടുക്കളയിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് രാവിലത്തെ ടൈമിൽ. എത്ര എത്ര നേരം ഇങ്ങനെ ഉറങ്ങുക? കിത്തന ദേർ ഐസെ സോത്തെ രഹേഗ? കിത്തന ദേർ, എത്ര നേരം, ഐസെ ഇങ്ങനെ, സോത്തെ രഹേഗ ഉറങ്ങിക്കിടക്കുക. ഇത് ഒബ്വിയസ്ലി മക്കളോട് അല്ല ഭർത്താക്കന്മാരോടൊക്കെ അമ്മമാർ പറയുന്ന കാര്യമാണിത്. കിത്തന ദേർ ഐസെ സോത്തെ രഹേഗ, എത്ര നേരം ഇങ്ങനെ ഉറങ്ങിക്കിടക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല വീട്ടില്. അപ്പൊ അമ്മമാരാണ് സാധാരണ ഇങ്ങനെ പോയിട്ട് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുണർത്തുക. നിനക്കിന്ന് സ്കൂളിൽ പോകാനില്ലേ? തുമേ ആജ് സ്കൂൾ നീ ജാനാ ഹെ? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു. അതൊരു ക്വസ്റ്റ്യൻ ആണ്. തുമേ ആജ് സ്കൂൾ നീ ജാനാ ഹെ? തുമേ, നിനക്ക്, ആജ് ഇന്ന്, സ്കൂൾ നീ ജാനാ ഹെ, സ്കൂളിൽ പോകാനില്ലേ? അത് ജാനാ ഹെ ക്യാ എന്നും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. നോർമൽ വിഷയത്തില് സംസാരത്തില് അത്ര ഫോർമൽ ആവേണ്ട ആവശ്യമില്ല. തുമേ ആജ് സ്കൂൾ നീ ജാനാ ഹെ അങ്ങനെ ചോദിച്ചാലും ധാരാളമാണത്. തുമേ ആജ് സ്കൂൾ നെഹി ജാനാ ഹെ? നിനക്കിന്ന് സ്കൂളിൽ പോകാനില്ലേ? എനിക്ക് ഇറങ്ങാറായി. മുജെ ജാനെ കാ വക്ത് ഹോ ഗയ. അമ്മ പറയാണ് മുജെ ജാനെ കാ വക്ത്. വക്ത് എന്ന് പറഞ്ഞാൽ സമയാണ്. മുജെ ജാനെ കാ സമയ ഹോ ഗയ എന്ന് പറഞ്ഞാലും ശരിയാണ്. മുജെ ജാനെ കാ വക്ത് ഹോ ഗയ, എനിക്ക് ഇറങ്ങാറായി, എനിക്ക് പോകാറായി. ഇന്ന് ക്യാൻറ്റീന്ന് എന്തെങ്കിലും കഴിച്ചോളൂ. ആജ് ക്യാൻറ്റീൻ സെ കുച്ച് ഖാലേന. ക്യാൻറ്റീൻ സെ കുച്ച് ഖാലേന എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇന്ന് നേരത്തെ ഇറങ്ങണം. അമ്മ ഓഫീസിൽ പോകുന്നതാണ്. ഇന്ന് നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് അവർ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ മക്കളോട് പറയുന്നത് ആജ് ക്യാൻറ്റീൻ സെ കുച്ച് ഖാലേന, ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോളൂ. ആജും ഇന്ന് ക്യാൻറ്റീൻ അറിയാം. കുച്ച് ഖാലേന എന്തെങ്കിലും കഴിച്ചോളൂ, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോ. അപ്പൊ കാരണം അമ്മയ്ക്കും ഇന്ന് നേരത്തെ ഇറങ്ങണം എന്തോ കാരണം കൊണ്ട്. അച്ഛൻ എണീറ്റോ അമ്മേ? അപ്പോഴാണ് അവന് ബോധോദയം ഉണ്ടാവുന്നത്. അമ്മ അങ്ങ് പോവല്ലേ. അപ്പം ചോദിക്കാം അച്ഛൻ എണീറ്റോ അമ്മേ? മമ്മി പപ്പ ജാഗയാ ക്യാ? ജാഗയാ ക്യാ? അവിടെ ക്യാ ഞാൻ വെച്ചത് കണ്ടോ, പർപ്പസിൽ വെച്ചാണ് കേട്ടോ. രണ്ടാണെങ്കിലും ശരിയാണെന്ന് കാണിക്കേണ്ട. പപ്പ ജാഗയാന്ന് ചോദിച്ചാലും മതി. മമ്മി പപ്പ ജാഗയ അല്ലെങ്കിൽ പപ്പ ജാഗയ ക്യാ, രണ്ട് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അച്ഛൻ എണീറ്റോ അമ്മേ? പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ആദ്യ അമ്മമാരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. ബയസ് ജയ്സെ ലേഡ്കർ സോ രഹേ ഹെ. ബയസ് ജയ്സ് എന്ന് പോത്തിനെ പോലെ കിടന്നുറങ്ങുക. അത് വെറുതെ ഉണർന്ന് കിടക്കുകയാണെങ്കിലും അമ്മമാർ ഇങ്ങനെയാ പറയട്ടോ. ബയസ് ജയ്സെ ലേഡ്കർ സോ രഹേ ഹെ, പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് അച്ഛൻ ഉറങ്ങുകയാണെങ്കിലും മക്കൾ ഉറങ്ങുകയാണെങ്കിലും ഒക്കെ പരിഹസിച്ചുകൊണ്ട് അമ്മമാര്, എല്ലാ വീട്ടിലെ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബയസ് ജയ്സെ ലേഡ്കർ സോ രഹേ, കാളെ പോലെ അല്ലെ പോത്തിനെ പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബയസ് എന്ന് പറഞ്ഞാല് പോത്താണ്. പോത്തിനെ പോലെ കിടന്നുറങ്ങുന്നു. ഇതൊക്കെ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള വേർഡായിരിക്കും. മിക്കവാറും എല്ലാ വീട്ടിലും നടക്കുന്ന നാടകമാണിത് മോർണിംഗ് ടൈമിൽ അല്ലേ. അമ്മ എന്താ ഇന്ന് ഇത്ര നേരത്തെ? അപ്പൊ മോൻ ചോദിക്കാം എന്താ അമ്മ ഇത്ര നേരത്തെ പോന്നെ? മമ്മി ആജ് ഇത്തന ജൽദി ക്യോ? ഇന്ന് ഇത്ര പെട്ടെന്ന് എന്താണ്, അല്ലെങ്കിൽ ഇത്ര നേരത്തെ എന്താണ്? ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് കേട്ടോ. നേരത്തെ എന്നുള്ളതിനും ജൽദി എന്ന് പറയാം. ഇത്ര പെട്ടെന്ന് എന്താണ്, ഇന്ന് എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നത്? അല്ലെ ഇത്ര നേരത്തെ പോകുന്നത് എന്തിനാ? ഇത്ര പഹലേക്കും ജാരെ, അങ്ങനെയും ചോദിക്കട്ടോ. പഹലെ എന്ന് പറഞ്ഞാലും നേരത്തെ തന്നെയാ. ഇത്തന പഹലെ അല്ലെങ്കിൽ ഇത്തന ജൽദി ക്യോ? ഭാഷ സംസാരിക്കാൻ നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ മറ്റു വേർഡ്സ് ഉപയോഗിച്ചാലും സെയിം മീനിങ്ങുള്ള കുറേ വേർഡ്സ് ഉണ്ട്. മമ്മി ആജ് ഇത്തന ജൽദിക്കോ? അമ്മ എന്നതിനാ ഇത്ര നേരത്തെ പോകുന്നത്. അപ്പൊ നിത്യം പോകുന്ന ഒരു സമയത്തിന് അല്ല ഇന്ന് അമ്മ പോകുന്നത്. അമ്മ ഇന്ന് കുറച്ച് നേരത്തെയാണ്. അതുകൊണ്ടാണ് അമ്മനോട് ക്യാൻറ്റീനിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ പറയുന്നത്. ഞാൻ എത്ര തവണ പറഞ്ഞതാ? മേനെ കിത്തനി ബാർ കഹാ ഹെ? കിത്തനി ബാർ കഹാ ഹെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് എന്നും വിശേഷം പറയുമ്പോൾ നമ്മൾ പറയാണ്ടാവും നാളത്തേക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലൊക്കെ. പക്ഷെ അതൊന്നും ആരും അങ്ങ് ചെവിക്കൊള്ളില്ല, കേട്ടതായി നടിക്കെ പോലില്ല. പിറ്റേന്ന് സമയമാവുമ്പോഴാണ് എല്ലാവരും ഓർക്കുക അല്ലെ. മേനെ കിത്തനി ബാർ കഹാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സംഭവം, പക്ഷെ നിങ്ങൾ ആരും ഓർക്കുന്നില്ലല്ലോ എന്നുള്ള മട്ടില്ല. മേനെ കിത്തനി ബാർ കഹാ ഹെ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് നേരത്തെ പോകാനുണ്ട്, ഇന്ന സംഭവം ഉണ്ട് അതൊക്കെ. എന്നിട്ടും ആരും ഓർത്ത് വെക്കുന്നില്ലല്ലോ. അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയാം മേനെ കിത്തനി ബാർ കഹാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എ ഇ ഒ വരുന്നുണ്ട്. ആജ് എ ഇ ഒ ആയെങ്കിൽ. ആജ് ഇന്ന് എ ഇ ഒ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഓഫീസറാണ്.
ആയെങ്കിൽ ഇന്ന് വരുന്നുണ്ട്. ആയെങ്കിൽ അയാൾ എന്തായാലും ഒരു ബഹുവചനത്തിലല്ല പറയാ. സീനിയർ ഓഫീസേഴ്സിനെ പേരെടുക്കുമ്പോൾ നമ്മൾ ബഹുവചനത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആയെങ്കിൽ എന്ന് പറയുന്നത്. ഇന്ന് എഇഒ വരുന്നുണ്ട്. അപ്പൊ എഇഒ വരുവാണെങ്കിൽ സ്കൂളിൽ കുറെ വർക്കുകളൊക്കെ ഉണ്ടാവും. നേരത്തെ ചെയ്ത് വെക്കുന്ന മീൻസ് ഡോക്യുമെന്റ്സ് ഒക്കെ തപ്പി റെഡിയാക്കി കൊണ്ടിരിക്കും. ക്ലാസ് റൂമിൽ കുട്ടികളെത്തിയൊന്നും അവരുടെ ഡ്രസ്സപ്പ് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പം ടീച്ചേഴ്സിനും മറ്റ് സ്റ്റാഫിനും ഒക്കെ പതിവിലും നേരത്തെ അവിടെ എത്തേണ്ടി വരും. അപ്പൊ അതാണ് അമ്മ ഇന്ന് തിരക്ക് പിടിച്ച് പോകാൻ ഒരുങ്ങുന്നത്. അപ്പാണ് അച്ഛനും കിടന്നുറങ്ങുന്നത്, മോനും കിടന്നുറങ്ങുന്നത്. രണ്ടാളും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോലും സമയമില്ല. അപ്പോൾ ആ വീട്ടിലെ ചെകപുക നിങ്ങൾക്ക് എന്തായാലും ഊഹിച്ചാൽ മനസ്സിലാവും. ആജ് എഇഒ ആയെങ്കിൽ എല്ലാം എൻ്റെ തലയിലാ. സബ് കുച്ച് മേരി സിർ പർ ഹെ. അഗൈൻ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണിത്. സബ് കുച്ച് മേരി സിർ പർ ഹെ. ഇതെല്ലാം എൻ്റെ തലയിലാ, എല്ലാം എൻ്റെ തലയിലാ. ചിലപ്പോൾ നമ്മൾ വീട്ടിലും പറയില്ലേ, ഒരാൾ മാത്രം എല്ലാവർക്കും ചെയ്യണം, മറ്റുള്ളവർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല, എല്ലാവരും പോയിരുന്ന് ടി വി കാണുന്ന, ചിലർ കിടന്നുറങ്ങുന്നു, ഒരാൾ മാത്രം സ്ട്രഗിൾ ചെയ്യുമ്പോൾ ആ ആള് പറയുന്ന ഒരു സെന്റൻസ് ആണ് സബ് കുച്ച് മേരി സിർ പർ ഹെ. ഇത് വീട്ടിൽ മാത്രമല്ല, ഓഫീസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 4 പേരുള്ള ഓഫീസിൽ ചിലപ്പോൾ 2 പേരായിരിക്കും വർക്ക് ചെയ്യുക, 2 പേര് ഗോസിപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ പറയുന്ന ഒരു വേർഡാണിത് സബ് കുച്ച് മേരി സിർ പർ ഹെ എന്ന് വെച്ചാൽ എല്ലാം എൻ്റെ തലയിലാ. ഹെഡ് മാഷ് തക്ക സമയത്ത് ലീവിന് പോയി. അപ്പോൾ ഹെഡ് മാഷ് എന്ന് പറയുന്നത് അറിയാലോ, സ്കൂളിന്റെ ഹെഡ് ആയിരിക്കുമല്ലോ. പ്രധാനാധ്യാപക് ഉചിത് സമയ പർ ചുട്ടി പർ ചലേഗെ. ഉചിത് സമയം എന്ന് പറഞ്ഞാൽ ഉചിതമായ സമയം എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത്. ചുട്ടി പർ ചലേഗെ, അവർ ലീവിന് പോയി. അപ്പൊ ഹെഡ് മാഷ് പോയി. അപ്പൊ ഇവര് ചിലപ്പം സെക്കൻഡ് ഇൻചാർജ് ആവാം അവിടുത്തെ. അപ്പം ഹെഡ് മാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ കാണാനല്ലോ എല്ലാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അപ്പം പ്രിൻസിപ്പൾ ഇല്ല അല്ലെങ്കിൽ ഹെഡ് മാഷ് ഇല്ലാത്ത സമയത്ത് മറ്റ് ടീച്ചേഴ്സിന് ഉത്തരവാദിത്തം കുറച്ചും കൂടി കൂടും. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ടെൻഷൻ. പ്രധാനാധ്യാപക് ഉചിത് സമയപ്പർ ചുട്ടിപ്പർ ഹെ. ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം? കോൺ ജാൻതാ ഹെ കി ആജ് ക്യാ ഹോഗ. എന്തൊക്കെ സംഭവിക്കുന്നു? ക്യാ ക്യാ ഹോഗ. ഒരു ക്യാം കൂടി അവിടെ വെക്കാം കേട്ടോ. കോൺ ജാൻതാ ഹെ കി ആജ് ക്യാ ക്യാ ഹോഗ. ആർക്കറിയാം ഇന്ന് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത് ഹെഡ് മാഷ് ഒന്നും ഇല്ലാത്തപ്പം ഒക്കെ വന്നാൽ അവരുടെ ചെക്കിങ് കുറച്ചും കൂടി കൂടും. കുറച്ചും കൂടി സ്കോൾഡ് ചെയ്യാനും വഴക്ക് പറയാനുള്ള ചാൻസ് ഒക്കെ കൂടുക ചെയ്യാം. സാധാരണയുള്ള പ്രധാനാധ്യാപകരെ കാണുമ്പോൾ അവർക്ക് ലേശം റെസ്പെക്ട് കിട്ടും. അതിനേക്കാളും താഴെ ഉള്ള ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ചിലർ വന്നിട്ട് എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യും, ഇവരെ വെറുപ്പിക്കും. കോൺ ജാൻതാ ഹെ, ആർക്കറിയാം. കോൺ ജാൻതാ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം. ആജ് ക്യാ ഹോഗ, ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. ഈ ഒരു ടെൻഷൻ കൊണ്ടാണ് ഇവർ പോകുന്നതെന്ന്. അച്ഛൻ, എടി ഞാൻ കൊണ്ടുവിടണോ നിന്നെ? യാർ മേ ചോടു തുമേ. യാർ മേ ചോടു. യാർ എന്ന് പറഞ്ഞാൽ എടി, അല്ലെ എന്തെങ്കിലും മീൻസ് ഫ്രണ്ട്സിനാ, നമ്മുടെ ഇമ്മീഡിയറ്റ് ക്ലോസ് ഫ്രണ്ടിനാ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവിനൊക്കെ നമുക്ക് യാറിന് കഴിഞ്ഞിട്ട് വിളിക്കാം. അധികം ഫ്രണ്ടിനെയാണ് വിളിക്കുന്നത്. മേ ചോടുതും തുമേ. മേ ചോടുതും തുമേ, ഞാൻ നിന്നെ വിടാം. ചോടുതെന്ന് പറഞ്ഞാൽ അല്ലാതെ നീ എന്നെ വിട്ടേക്കാന്നുള്ളതല്ല കേട്ടോ, നിന്റെ റിലേഷൻ വിട്ടേക്കാന്നല്ല. മേ ചോടുതും തുമേന്ന് വെച്ചാൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടണോന്നുള്ള ചോടുതും. മറ്റൊരു ചോടുന്നുണ്ട്, ചോടന എന്താ, നമ്മൾ ഉപേക്ഷിക്കുക. ഇത് ഉപേക്ഷിക്കുന്നതല്ല, ഇത് കൊണ്ടുവിടുന്ന ചോടന. ഓക്കെ. യാർ മേ ചോടുതും തുമേ, നിന്നെ ഞാൻ കൊണ്ടുപോയി വിടട്ടെ. വേണ്ട, എൻ്റെ ഓട്ടോ എത്തിയിട്ടുണ്ട്. നീ മേരാ ഓട്ടോറിക്ഷ ആ ഗയാ ഹെ. അവര് ഓട്ടോയിൽ ആയിരിക്കും നിത്യവും പോകുന്നത്. ചിലപ്പം ഇന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഓട്ടോ പറഞ്ഞു വെച്ചതായിരിക്കാം. മേരാ ഓട്ടോറിക്ഷ ആ ഗയാ ഹെ, എൻ്റെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനോട് പറയാം, നിങ്ങൾ വരണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ അവർ ഓട്ടോയിലാണ് പോവുക. ചിലപ്പോൾ ഹസ്ബൻഡ് പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ വിടുന്നതായിരിക്കും. ഇന്ന് അവർ നേരത്തെ പോകേണ്ടതുകൊണ്ടായിരിക്കാം ഓട്ടോറിക്ഷ വിളിച്ചിരുന്നത്. അതുകൊണ്ട് പറയാം, മേരാ ഓട്ടോറിക്ഷ ആ ഗയാ ഹെ, എൻ്റെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അടുപ്പിൽ തിളച്ച പാലുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് കുറെ പണി ഉണ്ടാവും ഏൽപ്പിക്കാൻ. ചൂലേപ്പർ ഉബലാവുക ദൂത്. ചൂല എന്ന് പറഞ്ഞ അടുപ്പാണ് കേട്ടോ. ചൂലേപ്പർ ഓവൻ എന്നും പറയാൻ വേണമെങ്കിൽ. ചൂലേപ്പർ ഉബലാവുക, തിളച്ച. ഉബലാവുക എന്ന് പറഞ്ഞാൽ തിളച്ച. ദൂത് ഹെ, പാലുണ്ട്. പോകുന്ന സമയത്ത് അമ്മമാരിങ്ങനെ വിളിച്ച് പറഞ്ഞ സ്റ്റോപ്പിലെത്തുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ചൂലേപ്പർ പാലുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ചായപ്പൊടി ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കാം. ചൂലേപ്പർ ഉബലാഹുവ ദൂത്, അടുപ്പിൽ തിളച്ച പാലുണ്ട്. പാസ്മേഹി കോഫി പൗഡർ രഖാ ഹെ. പാസ്മേഹി, തൊട്ടടുത്ത് തന്നെ. കോഫി പൗഡർ രഖാ ഹെ, കോഫി പൗഡറും തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പാസ്മേ എന്ന് പറഞ്ഞാൽ അടുത്ത്.
ഹി അടുത്ത് തന്നെ കോഫി പൗഡർ ഒക്കെ കോഫി പൗഡറും വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ പോകുന്ന സമയത്തും കൂടി അവർ എത്ര വിജിലന്റ് അല്ലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഓട്ടോറിക്ഷ കയറാൻ പോകുമ്പോഴാണ് അവർ പറയുന്നത് പാസ്മേ ഹി കോഫി പൗഡർ ഒക്കെ ഹെ ദൂത് ബലാവോ ആ ചൂളെ പർ ഹെ. അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാ പോകുന്നത്. പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ, വേഗോ അതും കൂടി അവർ പറയുന്നുണ്ട്. ചീനി നെഹി ഡാലാ ഹെ, ചീനി നെഹി ഡാലാ ഹെ. ഇത് അമ്മമാർക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഓർത്ത് ഭർത്താവിനെയും മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കുന്ന പറയാം. ഇതൊരച്ഛനും ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റില്ല, അമ്മമാർക്ക് മാത്രം കിട്ടിയ ഒരു പ്രത്യേക ഗുണമാണത്. ചീനി നീണ്ടാലഹെ, പഞ്ചസാര ഇട്ടിട്ടില്ല. ഒരു ഗ്ലാസ് അവനും കൊടുക്കണേ. ഉസ്സേബി ഏക് ഗിലാസ് ദേദോ, ഉസ്സേബി അവനും കൂടി. ഏക് ഗ്ലാസ്, ഒരു ഗിലാസ് എന്ന ഗ്ലാസ് ആണ്, ഒരു ഗ്ലാസ് ദേദോ കൊടുക്കും, അതെ കൊടുക്കണേ. ദേ ദീജിയെ അല്ലെങ്കിൽ ദേദോ എങ്ങനെയാണെങ്കിൽ കൊടുക്കുക. ചിലരൊക്കെ ഭർത്താക്കന്മാരെ ബഹുമാനത്തോടെ വിളിക്കുക, ചിലരൊക്കെ ഫ്രണ്ട്സിനെ സംബോധന ചെയ്യും പോലെയാണ് ചെയ്യുക. അപ്പൊ രണ്ട് തരത്തിൽ പറഞ്ഞാലും ഭർത്താക്കന്മാരെ അല്ലെ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകവചനത്തിലും ബഹുവചനത്തിലും നമുക്ക് അഡ്രസ് ചെയ്യാം. ഉസേബി ഏക് ഗ്ലാസ് ദേദോ. ഫ്രിഡ്ജിൽ മുട്ടയുണ്ട്. ഫ്രിഡ്ജ് മേ അണ്ടാ ഹെ, മുട്ടയ്ക്ക് അണ്ടാ എന്നാണ് പറയാം, അണ്ടാ ഹെ. ഫ്രിഡ്ജ് മേ അണ്ടാ ഹെ, ഫ്രിഡ്ജില് മുട്ടയുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ ആക്കി കഴിച്ചോട്ടെ എന്നുള്ളതിലാണ്. അതൊക്കെ പോകുന്ന പോക്കിലാണ് അവര്. ലാസ്റ്റ് മൊമെന്റിലെല്ലാം ഒരു വൈൻഡപ്പ് ഉണ്ടാക്കില്ല, ബാഗ് തൂക്കുക, കുടയെടുക്കുക, വെള്ളം എടുക്കുക, ഓട്ടോറിക്ഷയിലേക്ക് നടക്കുക. ആ സമയത്തും കൂടി അവർ ജോലി ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഫ്രിഡ്ജ് മേ അണ്ടാ ഹെ, ഫ്രിഡ്ജില് മുട്ടയുണ്ട്. സമയ ഹോ തോ ഓംലെറ്റ് ബനാലേ. സമയ ഹോ തോ, സമയമുണ്ടെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കിക്കോളൂ. ഓംലെറ്റ് ബനാലേ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛനോട് പറയാം, ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മുട്ട ഫ്രിഡ്ജിലുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചോളൂ. പാലുണ്ടെന്ന് പറഞ്ഞു, കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പാലിൽ പഞ്ചസാര ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ മുട്ട ഫ്രിഡ്ജിലുണ്ടെന്ന് പറഞ്ഞു, സമയം ഉണ്ടെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാനും പറഞ്ഞു. ഇത്രയും പോരെ? സമയ ഹോത്തോ ഓംലെറ്റ് ബനാലേ, സമയം ഉണ്ടെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കിക്കോളൂ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ വേഗം പോ. അപ്പൊ ഹസ്ബൻഡ് പറയാം, മേ ബസബ് സമ്പാലൂങ്ക. മേ ബസബ് അതെല്ലാം, മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ബസബ് അതെല്ലാം, സമ്പാലൂങ്ക നോക്കിക്കൊള്ളാം, എല്ലാം ഞാൻ നോക്കി നടത്തിക്കോളാം. തും ജൽദി ചലോ, നീ പെട്ടെന്ന് പോയിക്കോ. മീൻസ് അവർ വൈകണ്ട, അവർ വൈകിയാൽ അവർക്ക് അവിടുന്ന് പിന്നെയും ടെൻഷൻ ആവില്ലേ. മേ वो सब संभालूंगा तुम जल्दी चलो. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കാം, നീ പേടിക്കണ്ട, നീ പോയിക്കോ. ജസ്റ്റ് നെക്സ്റ്റ് ബാക്കി അഗലെ വീഡിയോ में. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ.